Hello everyone. Good morning, good afternoon, good evening, whichever parts of the world you're watching. For those who are not, for those who don't me, my name is Shinoy. I live in Hamilton, New Zealand with my family. ഇന്ന് ഞാനൊരു നല്ലൊരു ടോപ്പിക്ക് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി ലൈവ് വന്നിട്ട്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈസ് ദിസ് ബിസിനസ് റൈറ്റ് ഫോർ മെൻ? പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ബിസിനസ് ആണുക്ക് പറ്റുന്ന ബിസിനസ് ആണോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ്, ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം ആകുന്നു. വളരെ നന്നായി ഈ ബിസിനസ് ഞാൻ എൻജോയ് ചെയ്യുന്നു. ഒരു സ്ട്രഗിൾസും എനിക്കില്ല. രണ്ടാമത്തെ, ഈ ബിസിനസ് ഇതിൻ്റെ ഫൗണ്ടർ തന്നെ 2 മെന്നാണ്, വളരെ ജെന്റിൽമെന്നാണ്. അവരാണ് ഈ ബിസിനസ് 2016 സ്റ്റാർട്ട് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഫേസ്ബുക്കിൽ എപ്പോഴും കാണാറുണ്ട്, വുമൻ ആണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷെ മെന്നിനും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ എക്സാമ്പിളോട്ട് വരുവാണ്. നമുക്ക് ആണുങ്ങൾക്കൊക്കെ കൂടുതൽ ആഗ്രഹങ്ങൾ, അതായത് നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമുക്ക് മാറാൻ ആഗ്രഹമില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു വീക്കെൻഡ്സിലൊക്കെ ഒരു സോഷ്യലൈസേഷൻ ഗ്യാതറിങ്ങിന് പോകും, അല്ലെങ്കിൽ ഒരു ജിമ്മിന് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസോ, അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ പല ആക്ടിവിറ്റീസും നമ്മൾ വീക്കെൻഡ്സിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴൊരു പേടി, ഞാൻ വേറൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിനൊക്കെ സമയം കിട്ടുമെന്നുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് സമയം കിട്ടും, ഒരു സംശയമില്ല. കാരണം ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടാർഗറ്റിംഗ് ഒന്നുമില്ല, നമുക്കൊരു സ്ട്രെസ് ഇല്ല. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പം എന്ത് ചെയ്യുന്നോ, ഏത് ജോലി ചെയ്യുന്നോ, ആ ജോലി നമുക്ക് ചെയ്ത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റും. അതൊരിക്കലും ഒരു ഒബ്സ്റ്റക്കിൾ അല്ല. നിങ്ങൾക്ക് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകണോ? ഒരിക്കലും കുഴപ്പമില്ല, പോകാം. നിങ്ങൾക്ക് സോഷ്യൽ സ്പോർട്സിൽ പങ്കെടുക്കണമെന്നുണ്ടോ വീക്കെൻഡ്സിലൊക്കെ, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒറ്റയൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മാറണം. അതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കാരണം നമ്മളെ ടൈമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പല ആൾക്കാരും ചോദിക്കുന്നത്, ഈ ബിസിനസ് ചെയ്യുമ്പം നമുക്കറിയാം നമ്മുടെ ഫാമിലീസിൻ്റെ ബഡ്ജറ്റ്, ഇൻകം നമ്മളാണ് ഒരിക്കൽ മാനേജ് ചെയ്യുന്നത്, കൂടുതൽ ഫാമിലീസിലും. അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് കുടുംബത്തിൻ്റെ വരുമാനം, കുടുംബത്തിന് ചെലവ്. അപ്പം ഈ ചെലവ് കൂടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലോട്ട് നാച്ചുറലായിട്ട് നമ്മൾ ഒരു കമ്മിറ്റഡ് ആകും ജോലി ചെയ്യാൻ. എക്സാമ്പിളായിട്ട് എനിക്കറിയാം പല ആൾക്കാരും വീക്കെൻഡ്സിലേക്ക് യൂബർ ഈറ്റ്സ് പോകുന്ന ആൾക്കാരുണ്ട്. നോക്കണം, അങ്ങനെ നിങ്ങൾ രണ്ടാമത് ജോലി ചെയ്യുമ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ടീനേജ് ബോയ്സ് അല്ലെങ്കിൽ ഗേൾസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കുട്ടികളാണെങ്കിൽ നമ്മൾ ആ സമയത്ത് കൂടുതൽ അവരെ കെയർ ചെയ്യണം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടാമത് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നു, കുറച്ച് ഇൻകം കിട്ടാൻ വേണ്ടി. പക്ഷെ ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം കണ്ടെത്താൻ പറ്റും, നിങ്ങളുടെ പ്രൈമറി ജോലി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഇനി വേറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ ആണുങ്ങൾ അധികം ക്യാമറയിൽ നിന്ന് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അതൊന്നും പോകേണ്ട ആവശ്യമില്ലെന്നേ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കളിക്കാനോ
അല്ലെങ്കിൽ ക്യാമറ വരണോ ഒന്നും ആവശ്യമില്ല. ഇപ്പം വളരെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുണ്ട് ഫേസ്ലെസ് മാർക്കറ്റിംഗ്. അപ്പം ആദ്യം നമുക്ക് ഒരു ശൈലി കാണും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വേണ്ട. ലൈവ് വരണം പോരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫേസ്ലെസ് മാർക്കറ്റിംഗ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അത് നമുക്ക് തുടക്കത്തിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകല്ല്, നമ്മൾ ആണുങ്ങൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ബുദ്ധി കൊണ്ട് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളത് ഒത്തിരി ടോക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ വർക്കെല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു 90% ഓഫ് ദ വർക്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റം ചെയ്യുന്നു. നമ്മൾ വെറും 10% വർക്ക് മാത്രം നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വറിയുടെ ആവശ്യമില്ല. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബിസിനസ് മോഡൽ വളരെ നല്ലൊരു പാത്വേ ആണ്. നിങ്ങൾ സ്ട്രഗിൾ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചലഞ്ച് എടുത്തുകൊണ്ട് പോകണം. 9 to 5 ചെയ്യുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലരും ഉണ്ട്. അപ്പം നമ്മുടെ സമയത്ത് നമുക്ക് അതിൻ്റെ എഫേർട്ട് കിട്ടണം. നിങ്ങൾ ചിന്തിക്കണം, ഈ ബിസിനസ് മോഡല് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് വരെ, അതായത് നമ്മൾ വൈൽ സ്ലീപ്പിംഗ് ടൈം വരെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കോളും. അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 9 to 5 അല്ലെങ്കിൽ 8 hours ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ബിസിനസ് ഗ്രോ ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ നമ്മൾ വൈൽ സ്ലീപ്പിംഗ് ഓൾസോ യു ഗെറ്റ് ദ റിസൾട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമ്മൾ ചിന്തിക്കണം, ഇപ്പം 21st സെഞ്ചുറിയാണ്. നമുക്ക് 24 hours ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ വൈസ്ലി ചിന്തിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം എഫേർട്ട് കിട്ടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ് തീർച്ചയായിട്ടും മെന്നിനും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ ഡാൻസ് കളിക്കുകയോ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുകയോ ലൈവ് ചെയ്യുകയൊന്നും വേണ്ട. അതൊക്കെ ഓപ്ഷണലാണ്. അതോടൊപ്പം തന്നെ നമുക്കിത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.